ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് തന്നെയാട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കുറേയധികം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക് യു. ഞാനും പേഴ്സണലി അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ നിങ്ങളുടേനും കൂടി കിട്ടിയിട്ടോ, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ 10 ഹാബിറ്റ്സ് കേട്ടോ. അതായത് ഞാൻ മാറ്റിയതും കൂട്ടിച്ചേർത്തതും ഒക്കെ ആയിട്ടുള്ള 10 ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം വർക്കാവുകയാണെങ്കിൽ എനിക്കത് ഒരുപാട് സന്തോഷമായിരിക്കും. കാരണം എനിക്ക് വർക്കായിട്ടുള്ള എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ആവണം എന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ചിലതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷമായിട്ട് എനിക്ക്. അപ്പോൾ എന്തായാലും നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ സംസാരിച്ച് കുറേ നേരം 4 മിനിറ്റോളം വെറുതെ സംസാരിച്ചു എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കണില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു 10 ഹാബിറ്റ്സ് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് എന്താന്ന് പറയണേ മുമ്പ്, ഇത് നമുക്ക് അങ്ങനെ വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ് ഈ 10 എണ്ണം. പിന്നെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കി സ്റ്റോപ്പ് ചെയ്യരുത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ആ ഒരു എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്ത, അതാണ് നമ്മളെ ഇതിലേക്ക്, നമ്മുടെ വെയിറ്റ് ലോസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആവട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കണ ആ ഒരു ഗോളിലേക്ക്, നിങ്ങളുടെ ഒരു ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആദ്യത്തെ കാര്യം നോക്കാം. ആദ്യത്തെ കാര്യം, ഇത് അങ്ങനെ ഒരു വലിയ സംഭവമാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ എനിക്കത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഏത് ഭക്ഷണം, എസ്പെഷ്യലി ഞാൻ എടുക്കുന്ന ഹെവി മീൽസിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം അതാട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം അത് എന്തിനാണെന്ന് വിചാരിക്കുമ്പോൾ എനിക്കറിയില്ല, പക്ഷേ ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. പിന്നീടാണെങ്കിലും ഞാനത് റെഫർ ചെയ്യായിരുന്നു. അതായത് എനിക്ക് പേഴ്സണലി ഒരു മനസ്സിലൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ ആ ഒരു ഫോട്ടോകളും കാര്യങ്ങളും. ചില സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരേ മൈൻഡ് ആയിരിക്കില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ മൂഡ് ഔട്ട് അല്ലെങ്കിൽ ഡൗൺ ആയി പോവും. നമ്മുടെ ഇമോഷണലി ആണെങ്കിലും മെന്റലി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് വഴിവിട്ട് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ വഴി കൂടെയൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്, അപ്പോൾ എനിക്ക് പറ്റും എന്നുള്ളൊരു മെന്റലി നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് മീൽ കഴിക്കുകയാണെങ്കിലും ഞാനൊരു ഫോട്ടോ എടുത്ത് വെക്കും. പിന്നെ ഇപ്പോൾ ജിമ്മിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലാണെങ്കിലും ഞാൻ എന്താ പറയുക, ഞാനത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ പുറത്തുള്ളവരാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് മീൽ കഴിക്കണേ. അപ്പോൾ അവർക്കതൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറച്ച്, ചിലർ ഈ പട്ടിണി കിടന്ന് എന്താ പറയുക, ഭക്ഷണം കഴിക്കാണ്ട് കിടന്ന് വണ്ണം കുറച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വേറെ ഹെൽത്ത് പ്രോബ്ലംസ് വരുത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആട്ടോ. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും ചെയ്യണ കാര്യം, എത്രത്തോളം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾക്കിപ്പോൾ ഒരുപാട് ഈ ASMR അങ്ങനെ സംഭവങ്ങളില്ലേ, ഫുഡ് കഴിച്ച് റീല്, അതായത് നല്ല നല്ല ഫുഡുകൾ ഇങ്ങനെ കാണും. നമ്മളിങ്ങനെ റീല് കാണുന്നവരാണ്, നമ്മളെല്ലാവരും കാണുന്നവരാണ്. ചെറിയ പിള്ളേർ തുടങ്ങി മുതിർന്നവർ, പ്രായവർ, അങ്ങനെ ഒരു എന്താ പറയുക വയസ്സ് വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും റീല് കാണും. അതിൽ കൂടുതൽ നമ്മൾ കാണുന്നതാണ് ഈ ഫുഡ് കഴിക്കുന്ന റീലുകൾ. അത് കംപ്ലീറ്റ് നിർത്തി. അത് എസ്പെഷ്യലി വിശന്നിരിക്കുന്ന സമയത്ത് തിരിയും കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രശ്നമായിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ, നമ്മളത് വെയിറ്റ് ലോസിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാകും. ചില ഫുഡുകൾ, എസ്പെഷ്യലി സ്വീറ്റ്സ് ഒക്കെ, ഇതൊക്കെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് ഫ്രൈഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ റീൽസ് മോശം എന്നല്ല കേട്ടോ, നമ്മൾ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക് വേണ്ടി നമ്മളത് മാറ്റി വെക്കുക. അങ്ങനത്തെ റീൽസുകൾ പരമാവധി കാണാതിരിക്കുക. പിന്നെ വേറൊരു കാണണമെങ്കിൽ അവരെ കൂടി ഇരുന്ന് കണ്ട് ഒരുമിച്ച് കൂടി എന്നാൽ നമുക്ക് ഇതൊന്ന് കഴിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ മന്തി കഴിക്കാൻ പോകുക, അങ്ങനത്തെ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ റീൽ കാണുമ്പോൾ, എസ്പെഷ്യലി നമുക്ക് ഈ ഫുഡിന്റെ റീലൊക്കെ വരുമ്പോൾ നമ്മളത് വേഗം സ്ക്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഏത് റീലാണോ കാണുക, ഏത് ടൈപ്പ് റീലാണോ, പിന്നെ ആ ടൈപ്പ് റീല് മാത്രമായിരിക്കും നമുക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമോഷണലി നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ വല്ല റീലും കണ്ടാൽ പിന്നെ ഫുള്ള് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഫുള്ള് ഇതായിരിക്കും ഫീഡിൽ, ഫുള്ള് ഇമോഷണലി പ്രശ്നങ്ങളുള്ള റീലായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര എന്താ പറയുക, 2 റീല് ഫുഡ് കഴിക്കുന്നത് കണ്ടാൽ പിന്നെ ഫുൾ അതായിരിക്കും. നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. മൂന്നാമത്തെ കാര്യം, വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ വയറ് വീർത്തിരിക്കണം അതുപോലെ ഫുഡ് കഴിക്കൽ ഞാൻ നിർത്തിയിട്ട് കുറേ ആയിട്ട്, അത് കുറേ ആയി. അതായത് വയറിങ്ങനെ പൊട്ടാറോ, ഈ എൻ്റെ വയറ് പൊട്ടാറോ, എവിടെയും കിടന്നാൽ മതി എന്നുള്ളൊരു ടെൻഡൻസിയില്ല. അതുപോലെ ഫുഡ് കഴിക്കാറില്ല. ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം മാറ്റിയിടാറുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മീലാണെങ്കിലും
അത്യാവശ്യം നമ്മൾ അതനുസരിച്ച് ഫുഡ് എടുക്കുക. അതായത് ഫുഡ് എടുക്കുകയും അതനുസരിച്ച് കഴിക്കുകയും ചെയ്യുക. ആവശ്യമില്ലാണ്ട് നമ്മളിങ്ങനെ വിശപ്പ് മനസ്സിലാക്കുക, കൊതി ഉപേക്ഷിക്കുക, അത്രേ ഉള്ളൂ. അതായത് വിശപ്പിനെ നമ്മൾ ആവശ്യത്തിന് കഴിക്കുക, കൊതിക്ക് വേണ്ടി കഴിക്കാതിരിക്കുക. കാരണം നമ്മുടെ ടാർഗറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് 4ാമത്തെ കാര്യം എന്താണെന്നറിയോ? 4ാമത്തെ കാര്യം, നമ്മളെല്ലാവരും വെയിറ്റ് ചെക്ക് മെഷീനിൽ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യണ ആളാണ്. വെയിറ്റ് നോക്കണ മെഷീനിൽ കയറി നമ്മൾ വെയിറ്റ് നോക്കും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കൽ നോക്കണവരായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഡെയിലി രാവിലെ എണീറ്റ് യൂറിനൊക്കെ പാസ് ചെയ്ത്, അതാണ് ഏറ്റവും നല്ല സമയം. നമ്മൾ രാവിലെ എണീക്കുക, യൂറിൻ പാസ് ചെയ്തിട്ട് വന്നിട്ട് നോക്കണ വെയിറ്റ് ആണ് നമ്മുടെ കറക്റ്റ് വെയിറ്റ്. അപ്പം ചിലർ നമ്മളിങ്ങനെ എപ്പോഴും നോക്കണവരുണ്ട്. ഫുഡ് കഴിച്ചാൽ നോക്കും, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ടോയ്ലറ്റിൽ പോയാൽ നോക്കും. അങ്ങനെ നോക്കരുത്. നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ നോക്കണം എന്നൊക്കെ പറയാം. എന്നാലും നമുക്കൊരു ടെൻഡൻസി വരുമല്ലോ, മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എണീറ്റ് യൂറിൻ പാസ് ചെയ്തിട്ട് നോക്കാം. പക്ഷെ അത് വിട്ടിട്ട് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യുക. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു മെഷർമെന്റ് ടേപ്പ് ഇല്ലാത്ത വീട് കുറവാണ്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ മേടിക്കുക. എന്നിട്ട് ഈ ഒരു മെഷർമെന്റ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ അതായത് ഹിപ്പ് സൈസ്, ചെസ്റ്റ് സൈസ്, ബസ് സൈസ്, അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കുറയുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ കൂടുതലൊരു തൃപ്തിയാവുക. കാരണം നമുക്ക് വെയിറ്റ് കുറയണൊക്കെ കൂടുതൽ ഇഞ്ചസ് കുറയും. അതെനിക്ക് ജിമ്മിൽ പോയപ്പോഴായിട്ട് എനിക്ക് കൂടുതൽ, ഞാൻ എൻ്റെ ആദ്യത്തെ വെയിറ്റ് ലോസിൽ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനൊരു ചരട് കെട്ടിയിട്ടാണ് നോക്കിയിരുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം അത് നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ അതായത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇതേ സെയിം വെയിറ്റിൽ നിന്ന് ഞാനിങ്ങനെ അന്ന് ഞാൻ 50 കിലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെയിറ്റിലേക്ക് വരുമ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഒരു കറുത്ത ചരടുണ്ടായിരുന്നു, അത് ആദ്യം വെയിറ്റ് തുടങ്ങിയപ്പോൾ ഒരു കെട്ടിട്ട് വെച്ചു. ഇവിടെ എത്ര ഉണ്ട്, ബാക്കി ഇങ്ങനെ ചരട് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്കതിങ്ങനെ വെയിറ്റ് കുറഞ്ഞനുസരിച്ച് കുറച്ച് കൊടുത്തിട്ട് ആ കെട്ടുകളാണ് എൻ്റെ ഒരു അളവായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇപ്പൊ നമുക്കിതുപോലെ അന്ന് ഈ ടൈപ്പിന്റെ കാര്യമൊന്നും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ടൈപ്പ്, ഇങ്ങനെ ഒരു മെഷർമെന്റ് ടേപ്പ് നമ്മൾ മേടിക്കാം, മെഷർ ചെയ്ത് വെക്കുക. അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്ക് വെയിറ്റ് കുറയണൊക്കെ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ വ്യത്യാസം ഇഞ്ചസിൽ അറിയാൻ പറ്റും. 5ാമത്തെ കാര്യം എന്താണെന്നറിയാം? 5ാമത്തെ കാര്യം, നമുക്കിങ്ങനെ ക്രേവിങ്സ്, ഭയങ്കരമായിട്ടുള്ള ഷുഗർ ക്രേവിങ്സോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൈഡ് കഴിക്കണം, നമുക്ക് എന്താ പറയുക അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാടുണ്ടല്ലോ, അതൊക്കെ കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് ആ ഒരൊറ്റ സമയം നമ്മുടെ മൈൻഡിനെ വേറെ എന്തിലേക്കിലെങ്കിലും വഴിതിരിച്ച് വിടാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ജയിച്ചു. കാരണം ആ ക്രേവിങ്സ് പിന്നെ പോവും. ആ ഒരു സമയമുണ്ട് നമുക്ക് ക്രേവിങ്സ് വരുന്ന ആ ഒരു ടൈം, നമുക്ക് വേറെ എന്തെങ്കിലും എന്താ പറയാ, ഇപ്പോൾ ഞാനൊക്കെ ഇതെങ്ങനെ വെച്ചാൽ ഞാൻ വേഗം വന്നിട്ട് 4 വീഡിയോ എടുക്കും. അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല. ഞാൻ വേഗം വന്ന് ഷൂട്ട് ചെയ്ത് ഐഡിയകൾ കണ്ടുപിടിച്ച് വേഗം കുറച്ച് കണ്ടന്റ് ഒക്കെ കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള നേരമില്ല. കാരണം ഇതെടുത്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ഒന്നില്ലെങ്കിൽ ഉച്ച സമയമാവും അല്ലെങ്കിൽ വൈകുന്നേരം ആവും. അപ്പൊ പിന്നെ എനിക്ക് നോർമലി എൻ്റെ നോർമൽ ആ ഒരു മീൽ കഴിക്കുന്ന സമയത്ത് ഞാൻ എത്തുള്ളൂ ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ മനസ്സിനെ ഡൈവേർട്ട്, അതായത് നമുക്ക് ക്രേവിങ്സ് നല്ലോണം ശക്തമായിട്ടുള്ള ക്രേവിങ്സ് വരും, നമുക്ക് അറിയണതാണ്. നമ്മൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ശീലമായി കഴിഞ്ഞാൽ സെറ്റാവും. പക്ഷെ അത് ശീലമാവണ വരെ ആ സമയത്ത് എന്തിനെങ്കിലൊക്കെ മൈൻഡിനെ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, വേറൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക. ഇപ്പോൾ എവിടേക്കെങ്കിലും പോവാണ്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ബാങ്കിൽ പോവാണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അല്ല ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പോവാണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വേഗം വഴിതിരിച്ച് വിടുക. അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാണ്ട് വേഗം അവരെ പിടിച്ചിരുത്തി അവരെ തല്ലി ചതക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മനസ്സിൽ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ടേ നമുക്ക് ആ ഒരു ദേഷ്യം ചിലപ്പോൾ പെട്ടെന്ന് വരും. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിനെ, അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ എഴുതാണ്ട്, അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നോട്ട് ഡയറി എഴുതാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക. 6ാമത്തെ കാര്യം, ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് ചെയ്യണ കാര്യമാട്ടാ. നമ്മൾ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ കഴിച്ച ഫുഡ് നമുക്ക് ഫോണിലൊക്കെ നോട്ട് ഉണ്ടല്ലോ, ആ നോട്ടിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം ChatGPT ഉള്ളതുകൊണ്ട് ChatGPTയോട് ചോദിക്കും, ഞാൻ ഇന്ന് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്, ടോട്ടൽ കലോറി എത്രയെന്ന്. അതുപോലെ തന്നെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് ആ കലോറി ചെക്ക് ചെയ്യണം നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് കലോറി ഉണ്ടാവും, നമ്മൾ ഒരു ദിവസം എത്ര എടുക്കണം എന്നുള്ളത്. ആ ഒരു കലറിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കത് സെറ്റാക്കാൻ പറ്റും, നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കലോറി നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് വ്യത്യാസം നമുക്ക് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോന്ന് മനസ്സിലാവണം. മറ്റുള്ളവർ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ബോധ്യമാവുമെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നത്. പക്ഷെ
നമ്മളത് ട്രൈ ചെയ്തപ്പോഴാണ്, സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കാലറിയിൽ ഭയങ്കരമായ സംഭവമുണ്ട്. അത് നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്താലും യോഗ ചെയ്യണത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ജിമ്മിലാണെങ്കിലും ഞാൻ കുറച്ച് പോസുകൾ അവിടെ വെച്ച് ഞാൻ സ്വയം എൻ്റെ വാമപ്പിന് ശേഷം ചെയ്തിരുന്നു. കാരണം ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവും. ഫ്ലെക്സിബിൾ ആവുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയിലെ ഇഞ്ചസ് നല്ല രീതിക്ക് തന്നെ വ്യത്യാസം വരെയും നമുക്ക് കുറേ കൂടി നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. ബോഡി ഷേപ്പിലാണെങ്കിലും നമുക്ക് ബോഡി സ്ട്രക്ചർ നമുക്ക് നല്ല രീതിക്ക് വരാനും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ നല്ല നല്ല യോഗ പോസുകൾ, അതായത് നമുക്കറിയാവുന്ന യോഗയൊക്കെ നല്ല രീതിക്ക് അറിയാവുന്ന അങ്ങനെയുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് യോഗ പോസുകൾ നമ്മൾ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. നമുക്ക് അവർ പറഞ്ഞനുസരിച്ച് ചെയ്യണം. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ വരുത്തി വെക്കരുത്. അറിയാവുന്ന കുറച്ച് യോഗ പോസുകൾ ചെയ്യുകയാണെങ്കിൽ അതൊരുപാട് നമ്മളെ ഇതിൻ്റെ കൂടെ തന്നെ, ഈ വെയിറ്റ് ലോസിൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മെൻ്റലി നമ്മൾ കുറേയും കൂടി ഒരു പീസ്ഫുൾ, ഒരു സമാധാനമായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടും. നമ്മൾ യോഗ ചെയ്യുമ്പോഴൊക്കെ അത് അനുഭവിച്ചറിയുമ്പോഴാട്ടോ നമുക്കത് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവണേ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ടുകൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 10-20 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും യോഗയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, അല്ലെങ്കിൽ ഒരു മനസ്സിനൊന്ന് പീസ്ഫുൾ ആക്കി വെക്കുക, 1-2 യോഗ പോസുകൾ ചെയ്യുക. അത് ഭയങ്കര നല്ലതാട്ടോ. 8ാമത്തെ കാര്യം ഇതുപോലെ ഒരു കുപ്പി നമ്മൾ സംഘടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എന്നാലും പുതിയതായിട്ട് കാര്യം നമ്മുടെ വീഡിയോ കാണുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇതുപോലെ ഒരു ബോട്ടിൽ, ഇതിപ്പോ ഒരു 3 ലിറ്ററോളം വെള്ളം കൊള്ളും. ഇങ്ങനെ ഒരു 2 to 3 ലിറ്ററോളം വെള്ളം നമ്മൾ കുടിക്കണം എന്നാണ് പറയണത് ഒരു ദിവസം. അത്യാവശ്യം ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ വെക്കണതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്കൊരളവുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ആ ബോട്ടിൽ ഫുള്ളാക്കുക. അല്ലെങ്കിൽ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും നമുക്കൊരു ടാർജറ്റ് വെയിറ്റ് ലോസിനൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം നമ്മൾ ഇന്ന് കുടിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ വെള്ളം കൂടി കുറവാണ്. വെള്ളം കുടിക്കണേലും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വെയിറ്റ് ലോസിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പോയി ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കണേക്കാളും ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെക്കുമ്പോൾ അത് നമുക്ക് നല്ലൊരു ഇതാണ്. നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് കിട്ടും. ആ ട്രാക്കിലേക്ക് വരാൻ പറ്റും. നമ്മൾ ആ വെള്ളം കുടിച്ച് കഴിച്ചു എന്നുള്ള ഒരു ഇതേ നമുക്ക് തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ അടുത്തത് 9ാമത്തെ കാര്യം, ഞാൻ എപ്പോഴും പാൽ കാപ്പി കുടിക്കുന്ന ആളാട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് കൊല്ലങ്ങളായി. പാൽ കാപ്പിയിൽ ശർക്കര ഇട്ട കുടിച്ചിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ, ഒരു ശർക്കരയോ ഒരു സ്റ്റീവിയോ ഒന്നും ഇടാണ്ട് കുടിക്കുന്നുണ്ട്. അത് രാവിലെ. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫാറ്റ് ബേണിനെ ഒരുപാട് സഹായിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിമ്മിൽ പോണേ മുന്നാണ് ഞാൻ കുടിക്കൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലതാട്ടോ. അപ്പോൾ കുറച്ചേ കുടിക്കുന്നുള്ളൂ, ചിലപ്പോൾ 1 ഗ്ലാസ് അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും ബ്ലാക്ക് കോഫി കുടിച്ചത് കൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലാക്ക് കോഫി ഒരു ഇതിടരുത്, അതായത് മധുരങ്ങളൊന്നും ചേർക്കരുത്. ജസ്റ്റ് നോർമൽ വിത്തൗട്ട് ഷുഗർ ബ്ലാക്ക് കോഫി. ഏറ്റവും ലാസ്റ്റത്തെ കാര്യം, നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഒരുപാട് മിക്ക ആൾക്കാരും സൂപ്പർ മാർക്കറ്റാണ് ആശ്രയിക്കുന്നത്. എല്ലാം ഒരുമിച്ച് കിട്ടുമല്ലോ. നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് നമ്മളെ ക്രേവിങ്സ് വരുത്തുന്ന ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. എസ്പെഷ്യലി നെസ്റ്റോ പോലുള്ള സ്ഥലങ്ങളിലും ലുലു പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സാധനം മേടിക്കാൻ പോണവർക്ക് നമ്മളങ്ങോട്ട് പിടിച്ച് വലിക്കും. ചോക്ലേറ്റ്സ്, അതുപോലെ ബ്രൗണീസ്, അതുപോലെ തന്നെ എന്താ കേക്ക്, എന്തൊക്കെയാണ് വേണ്ട എല്ലാം ഉണ്ട്. ഫ്രൈസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് പോയി തപ്പിത്തെരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കാര്യം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ, ഗൂഗിളിലാണെങ്കിലും ChatGPT. അപ്പോൾ അതിനെന്തൊക്കെ വേണം എന്നുള്ളത് നോക്കി കണ്ടുപിടിച്ച് അതൊക്കെ മിക്കത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പോൾ അതാണ്, അതിന് വേണ്ടിയാണ് ഞാൻ കൂടുതൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഞാൻ ചിലവഴിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും ഒരു ടെൻഡൻസി നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രോട്ടീൻ ബാർ മാതിരിയുള്ള ഐറ്റംസ് അത് നമ്മൾ നോക്കണം. അതിൻ്റെ കാലറീസ് അതുപോലെ തന്നെ അതിലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിയിട്ട് എന്താ പറയുക, പരമാവധി ഷുഗർ ഇല്ലാത്ത പ്രോട്ടീൻ ബാറുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം മേടിക്കുക. അപ്പം എല്ലാവരും കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. നമ്മളതൊന്ന് പൊട്ടിച്ച് അവർ കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഇത് കഴിക്കുക. അങ്ങനെ പിന്നെ കൂടുതലായിട്ട് ഞാനിപ്പോൾ കൂടുതൽ മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ ഐറ്റംസിൽ കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ എന്താ പറയുക അങ്ങനെ സാലഡ് ഉണ്ടാക്കാൻ പറ്റിയ പുതിയ വെറൈറ്റി സാലഡുകളൊക്കെ പരീക്ഷിക്കുക. പിന്നെ നമുക്കിങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിലാകുമ്പോൾ നമുക്ക് ഓൺ സാലഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നമുക്കിങ്ങനെ ഒരു ബോക്സ് എടുക്കുക, കുറച്ച് ഐറ്റംസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് അതാണെങ്കിലും മതി.
മതി ഓപ്ഷൻസ്. മറ്റുള്ളവർ നമ്മുടെ കൂടെ വന്നവരൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മളൊരു സാലഡ് എടുത്ത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമ്മൾക്ക് സന്തോഷമായി, കഴിച്ചു എന്നായി, അവരുടെ കൂടെ നമ്മളും കഴിച്ചു. അപ്പൊ ഈ 10 കാര്യങ്ങളാട്ടോ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം അതൊരു എന്താ പറയാ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ തോന്നുമെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ വരണത്. അപ്പം അത് ചെറിയ സമയം കൊണ്ടല്ല, അങ്ങനെ സമയം എടുക്കും. പക്ഷെ നമ്മൾ നൈസായിട്ട് ആരോടും പറയണ്ട, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പതുക്കെ ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്ക് മാറ്റം വരുമ്പോൾ നമ്മളെക്കാൾ മുന്നേ ചിലപ്പോൾ മറ്റുള്ളവർ കണ്ടുപിടിക്കും, ഇത് വ്യത്യാസം വന്നല്ലോ, കുറെ നാളായിട്ടുള്ള നല്ല മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുക. ചിലപ്പോൾ എന്നും കാണുന്നവർക്ക് മനസ്സിലാവില്ല, നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്നവർക്കായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും ആരോടും പറയാൻ നിൽക്കണ്ട. നമ്മുടെ ആ ഒരു സ്ഥിരത കൈവിടാണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോവുക, കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. നമ്മൾ എന്താ പറയാ, ഇനിയിപ്പോൾ എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങാനും പോയി, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൺട്രോൾ പോയി എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. 1-2 ദിവസം കഴിഞ്ഞു കൺട്രോൾ പോയി, സാരില്ല, വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതാണ് എപ്പോഴും ആ ഒരു കോൺഫിഡൻസും കൂടി നമുക്ക് വേണം. ഇപ്പോൾ 2 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നാട്ടിൽ പോയി, അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്ന് വന്നു, അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായി, 2 ദിവസം ഫുഡ് അടിക്കേണ്ടി വന്നു, സാരില്ല, നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പറ്റും. ബാക്കി ദിവസങ്ങൾ നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്താൽ മതി. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത മീൽ എടുക്കുമ്പോൾ പരമാവധി അത് കോമ്പൻസേറ്റ് ചെയ്ത് കഴിക്കുക. അതായത് ഇപ്പം നല്ല ഹെവി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മീൽ നമ്മളൊരു ചെറിയ എന്തെങ്കിലും സാലഡിൽ അങ്ങനെ എന്തെങ്കിലും ഒതുക്കുക. അപ്പം അത് നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.